എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അത്ര പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഇന്ന് നമ്മളുടെ സീറ്റിൽ നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത്. പ്രവാസി മലയാളികൾക്കിടയിൽ ഒരു മുഖവരിയുടെയും ആവശ്യമില്ലാത്ത ശ്രീ മുരളി മംഗലത്ത് പ്രാസംഗികനാണ്, അധ്യാപകനാണ്, 40 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണ്. പ്രവാസി മലയാളികളുടെ പ്രിയപ്പെട്ട മുരളി മാഷിന് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. ഏകദേശം 40 വർഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു പ്രവാസ ജീവിതത്തിലേക്ക് കടന്നിട്ട്. ഈ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ സർ? പണ്ടൊക്കെ നാട്ടില് പഠിപ്പൊക്കെ കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പാരലൽ കോളേജിലോ ട്യൂട്ടോറിയലിലോ ഒക്കെ പഠിപ്പിക്കും. കോളേജിലും സ്കൂളൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. പൈസ കൊടുക്കാതെ ഇപ്പൊ PSC നമുക്കറിയാം, അതൊന്നും കിട്ടുന്ന കേസുകളല്ല. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചെയ്യാൻ എന്താന്ന് വെച്ചാല് വല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റർ ചെയ്ത് വല്ല ക്ലർക്കൊക്കെ ആയി എവിടെയെങ്കിലൊക്കെ കയറാം. പക്ഷേ ഈ അതുകൊണ്ടൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ടീച്ചിങ് തന്നെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പൈസ കിട്ടില്ലെങ്കിലും പാരലലും ഒക്കെ പോകുന്നത്. പക്ഷെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖമുള്ള കേസല്ല. കാരണം ഈ പാരലൽ കോളേജുകളുടെയൊക്കെ ഉള്ള ഒരു വലിയ കുഴപ്പം വളരെ തുച്ഛമായ പൈസയാണ് അവർ തരിക. ഈ പൈസ എന്ന് പറയുന്നത് ഇപ്പൊ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അല്ലെങ്കിൽ 2 ചായ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴേക്കും ആ പൈസയൊക്കെ തീരും. അപ്പൊ അവർക്ക് തോന്നി ഇത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് ഗൾഫ് എന്ന് പറഞ്ഞത് അന്ന് ഇങ്ങനെ തുടങ്ങി കുറച്ചൊക്കെ ഒന്ന് ഇതായി വരുന്ന സമയമാണ്. അപ്പൊ ഇവൻ ചിലപ്പോ ഒരു പക്ഷേ ഗൾഫിലൊക്കെ പോയാൽ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന ഒരു വിചാരത്തിലാണ് എന്നെ ഗൾഫിലേക്ക് അയക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരൊരു തീരുമാനമായിരുന്നു? അല്ല, എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു കേരളവർമ്മ കോളേജിലെ അധ്യാപകനായിട്ട് വരികയെന്ന്. പക്ഷേ നടന്നില്ല. കാരണം നമ്മുടെ നാട്ടില് ഈ ആലപ്പുഴ SD കോളേജിൽ ഞാൻ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അന്ന് VS ശർമ്മയായിരുന്നു മറ്റേ തുള്ളലിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. ഇന്റർവ്യൂ അതൊക്കെ രസമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം അവസാനം ഈ പൈസ ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റും. കേരളോർമ്മയിലും അതേ പ്രശ്നം വന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ ഒരു പ്രശസ്തമായ ജ്വല്ലറിയുടെ ഉടമസ്ഥന്റെ മകൾ സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കാൻ തയ്യാറായപ്പോ അന്ന് വളരെ കുറച്ച് പൈസ മതി, 1.5 ലക്ഷം മതി. പക്ഷെ അന്ന് എനിക്ക് പറ്റുമായിരുന്നില്ല. അപ്പൊ അതൊരു വലിയ സങ്കടമായിരുന്നു ശരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അവിടെയും ടീച്ചിങ് ആണ് ഇവിടെയും ടീച്ചിങ് ആണ്. ഞാൻ തുടങ്ങിയത് തന്നെ ഡിഗ്രി ക്ലാസ്സിൽ, മറ്റേ മലയാളം ഈ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് തന്നെ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോയി നടന്നില്ല. അത് സ്കൂളുകളിലും കിട്ടാനന്ന് വിഷമമായിരുന്നു അതൊക്കെ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെയും വരുമ്പോ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവിടെ മലയാളം ഉണ്ട്, മലയാള സ്കൂളുകളുണ്ട്. സ്വാഭാവികമായി ഉദ്ദേശിക്കുന്നത് മലയാളം മീഡിയം അല്ല, ഇംഗ്ലീഷ് മീഡിയം, പക്ഷെ മലയാളം സബ്ജക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഈ 40 വർഷം മുമ്പ് ഇവിടെ വരുന്ന സാഹചര്യം ഇപ്പോഴത്തെ ഒരു ഗൾഫ് അല്ല, അന്നത്തെ ഒരു ഗൾഫ് എന്ന് പറഞ്ഞത്. ഇപ്പം മാഷിന്റെ കൺമുന്നിലൂടെ ആയിരിക്കുമല്ലോ ഈ ഗൾഫിന്റെ ഒരു വളർച്ച സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു കാലഘട്ടം? ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, പണ്ട് ഞാൻ നൈഫ് റോഡിലാണ് താമസിക്കുന്നത്. അപ്പോ സോനാപൂര് എന്ന് പറയുന്നത് അന്നും ഈ കുറേശ്ശൊക്കെ ഇങ്ങനെ ഇതായി വരുന്ന സ്ഥലമാണ്. നമ്മുടെ ഗിസൈസ് വരെ അന്ന് ഏകദേശം വളർന്നിട്ടുള്ളൂ ശരിക്കും. ഗിസൈസിന്റെ അപ്പുറത്തുള്ള ആ റോഡുണ്ടല്ലോ ശരിക്കും, നമ്മുടെ ഡമാസ്കസ് റോഡ്, അതേപോലെ വേറൊരു റോഡും കൂടി. ഇതൊന്നും അന്ന് ആയിട്ടില്ല ശരിക്കും. ഇപ്പൊ ഗ്രാൻഡ് ഹോട്ടലൊക്കെ നിൽക്കുന്ന ആ റോഡൊന്നും അന്ന് വളർന്നിട്ടില്ല ശരിക്കും. അവിടെ പണി നടക്കുകയാണ്. അതാ രസം. ചില ഷോപ്പുകൾ വരുന്നു, ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾ വരുന്നു, ഫ്ളാറ്റുകൾ വരുന്നു. അന്ന് ഗവൺമെന്റ് ഫ്ളാറ്റുകൾ വരുന്നുണ്ട്. അന്ന് ഇന്നത്തെ മാതിരി ഒന്നും പൈസ ഇല്ല കേട്ടോ, മറക്കരുത്. 7,000 റുപ്യ, 8,000 റുപ്യ, 10,000 റുപ്യ ഒക്കെ ഉള്ള ഒരു സമയം. ഇവിടുന്ന് ഒരു 13-ാം നമ്പർ ബസ്സാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. അതും ഗിസൈസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒന്നുമില്ല, മരുഭൂമി പോലെയാണ് ശരി. അപ്പോ അവിടെ നിന്ന് ഇന്ന് നമ്മൾ എങ്ങനെയാണ്, ഇന്ന് നമുക്ക് ഈ ഗ്രീൻ ലൈൻ വന്നു, റെഡ് ലൈൻ വന്നു, ഇതാ ബ്ലൂ ലൈനിന്റെ പണി നടക്കും. എന്തൊരു മാറ്റാണ് ശരിക്കും നടന്നിട്ടുള്ളത്. കാരണം ദുബായ് തന്നെ വളർന്ന്, ദുബായ് മാത്രമല്ല ശരിക്കും ഓരോ മറ്റേ എമിറേറ്റുകളും വളർന്നിട്ടുണ്ട്. അതിൽ ദുബായിയുടെ വളർച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു വളർച്ചയാണ് ശരിക്കും. കാരണം അന്ന് നമ്മളൊക്കെ അവിടെ താമസിക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജ് മുറാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്നൊക്കെ നമ്മൾ ഉള്ളത് ശരിക്കും. അത് ശരിക്കും പറഞ്ഞാല് ഒരു ഭാഗം
കംപ്ലീറ്റ് ഈ പാവപ്പെട്ട ആൾക്കാര്, ദരിദ്രരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ജീവിതമാണ്. ഇത് മാത്രവുമല്ല, അന്ന് അവിടെ ഒരു ചെട്ടിയാരി മെസ്സുണ്ട്, സൺറൈസ് സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അതിപ്പോ സൺറൈസ് ഒക്കെ ഒരുപാട് ഒന്നുമില്ല. ചെട്ടിയാരി മെസ് എന്ന് പറഞ്ഞാൽ അന്ന് 3 ദിർഹംസ് കൊടുത്താൽ നല്ല ഭക്ഷണം കിട്ടും. വെച്ചാല് നല്ല അവിയല്, നല്ല സാമ്പാറ്, നല്ല ചമ്മന്തി, നല്ല പപ്പടം, ഇതൊക്കെ ആയിട്ട് വളരെ വെജിറ്റബിൾ ആണ്, അധികം ഭക്ഷണം കിട്ടുക, നോൺ വെജ് കുറവാണ്. അപ്പൊ അന്ന് ആ ഒരു ജീവിതമാണ്. ഇന്ന് ആ നിലയ്ക്ക് അതല്ല. ഇന്ന് എത്ര റെസ്റ്റോറന്റുകളാണ്, ഇന്ന് എത്ര സൂപ്പർ മാർക്കറ്റുകളാണ്, ഇന്ന് സൂപ്പറും പോയി ഹൈപ്പറായി, അതിന്റെ അപ്പുറത്തേക്ക് വല്ലതും വരുന്നുണ്ടോ, മാളുകളായി അല്ലേ? എത്രയ്ക്ക് വലിയ വളർച്ചയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അന്നത്തെ നമ്മൾ ഒതുങ്ങിയ ജീവിതമായിരുന്നു ശരിക്കും. അപ്പൊ അന്ന് ഞാൻ നൈഫിലോട്ട് താമസിക്കുമ്പോഴാണ്, അവിടെ തൊട്ടടുത്താണ് അന്ന് ദല എന്ന് പറഞ്ഞ സംഘടനയാണ്. ഇന്ന് 2 സംഘടനയാണുള്ളത്. ഒന്ന് കൈരളി കലാകേന്ദ്രം, കൈരളി സംഘടനയാണ് ഞാൻ പറഞ്ഞിട്ട്, മറ്റേ ആശാശരത്തിന്റെ സ്കൂളല്ല പറയുന്നത്. കൈരളി കലാകേന്ദ്രം അവരാണ് ശരിക്കും ആദ്യം തുടങ്ങിയിട്ടുള്ള ഇവിടുത്തെ പഴയ ഇത്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെയാണ് ദലയും വരുന്നത്. അന്ന് സ്കൂളുകളെ കേന്ദ്രീകരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റേ യൂത്ത് ഫെസ്റ്റിവലുകൾ നടത്തുന്നു. അപ്പൊ അതൊക്കെ പോയി ശരിക്കും. ഇന്ന് ഈ സംഘടനകൾ മാത്രമാണ്, ഇവരല്ല, വ്യക്തികൾ നടത്തുന്ന സംഘടനകളാണ് പലപ്പോഴും ഇന്ന് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുന്നത്. പക്ഷെ അന്ന് ഇവരുടെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ അന്ന് NI മോഡലിൽ നിന്നൊക്കെ അന്ന് കൊണ്ടുപോകാറുണ്ട് ആൾക്കാര്. അപ്പോ ആ ദല ഞാൻ താമസിച്ചിരുന്ന മറ്റേ ഇതിന്റെ നൈഫ് റോഡിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് പെടാൻ, നമ്മൾ പറയില്ലേ, സാഹിത്യത്തിന്റെ, കലയുടെ, സംസ്കാരത്തിന്റെ ഒരു മടയിൽ ചെന്ന് പെടാൻ ഒരു അവസരം കിട്ടി. അതൊരു ഒരേ സമയം അധ്യാപനത്തെയും അതോടൊപ്പം തന്നെ കലയുടെയും ഒരു 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 കേന്ദ്രമായിട്ട് അന്ന് വളരെ എനിക്ക് സൗകര്യം ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഓർമ്മയുടെ പരിപാടി ഉണ്ട്. അപ്പൊ അതിൽ ചെല്ലുമ്പോ MT അനുസ്മരണമായിട്ടാണ് എന്റെ യാത്രയയപ്പും കൂടി ചെയ്തിട്ടുള്ളത്. എനിക്കത് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കുമാരനാശാനെ കുറിച്ചുള്ള ഒരു നീണ്ട പഠനം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ദലയുടെ സ്റ്റേജിൽ കയറുന്നത്. വെച്ചാൽ കുമാരനാശാന്റെ പരിപൂർണ കൃതികൾ അതിനെ ബേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ, ചിലപ്പോൾ അവർ ബോറടിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇരുന്ന് പഠിച്ച് അവരുടെ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് ചെയ്തു. അപ്പൊ ഈ ഓർമ്മയുടെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞതാണ്, അന്ന് കുമാരനാശാനെ കുറിച്ചുള്ള ഒരു വലിയ പ്രഭാഷണത്തിലൂടെ നിങ്ങളുടെ സ്റ്റേജിൽ കയറിയ എനിക്ക് ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ അത് MT വാസുദേവൻ നായരുടെ ഒരു പരിപാടിയാവുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ ഇത് ജീവിതത്തിൽ അന്ന് നിന്ന് ഇന്നേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മേഖലയിലും ഇവിടെ വളർച്ച നടക്കുന്നു. ആ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കാനും പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പം 40 വർഷമായിട്ട് മാഷ് അധ്യാപന രംഗത്താണ്. അതും മാതൃഭാഷ നമ്മുടെ മലയാളം. അപ്പൊ മലയാളത്തിന്റെ മാധുര്യവും ആ ഒരു നന്മയും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് മാഷ് ഈ 40 വർഷമായിട്ട് ഇവിടെ അതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. മാതൃഭാഷയോട് ഇത്രയധികം ഒരു ഇഷ്ടം തോന്നാൻ, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും മാതൃഭാഷ ഇഷ്ടമാണെങ്കിൽ പോലും ഇത്ര ഒരു ഡെഡിക്കേഷനോട് കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മാഷിനെ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം എന്താണ്? അല്ല, ഇത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പലപ്പോഴും നമുക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചില ടീച്ചേഴ്സ്, നമ്മുടെ പരിചയത്തിൽ വരുന്ന ചില വ്യക്തികൾ, ഇവരൊക്കെ ഒരു ഭാഷയുടെ ചില സ്പാർക്കുകൾ നമ്മുടെ ഉള്ളിലിട്ടു. എനിക്കറിയാം, എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള 4ാം ക്ലാസ് വരെയുള്ള സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളുണ്ട് വലപ്പാട്. ഞാൻ വലപ്പാടാണ് ജനിച്ചതും പഠിച്ചതും ഒക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചില ടീച്ചേഴ്സ്, അവർ ചൊല്ലിത്തരുന്ന ചില കവിതകൾ, ഇത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ സുഭദ്ര എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞാല് അവര് നമ്മളെ മലയാളത്തില് ആ എഴുതാനുള്ള ഒരു താല്പര്യം, അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം, ഒരു ജോർജ് നെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ട്യൂഷൻ സാറാണ്. ആലോചിച്ച് നോക്കണം, സ്കൂൾ മാത്രമല്ല പുറത്ത് ഈ ട്യൂഷൻ സാറ്, അദ്ദേഹം എഴുത്തുകാരനാണ്, കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ തരും നിർബന്ധമായിട്ട്. അതും ട്രാൻസ്ലേഷൻസ് ആണ് മൂപ്പര് കൂടുതൽ വായിക്കാൻ പറയും. ഇപ്പൊ ഡ്രാക്കുള പോലത്തെ, ഈ ടെയിൽ ഓഫ് 2 സിറ്റീസ് പോലത്തെ, അങ്ങനത്തെ ഉള്ള 3 മസ്കറ്റേഴ്സ്, ഇതിന്റെ ഒക്കെ വിവർത്തനങ്ങൾ നമുക്ക് തരികയും ഇതൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് എന്തും തരും, ഈ മത്സരങ്ങൾ, കഥ, കവിത ഒക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ 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 ഭാഷയോടുള്ള ഒരു തരം നമ്മൾ പറയില്ലേ, മനസ്സിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ശരിക്കും. പിന്നീട് ഈ ഇതൊന്നും പോരാതെ ഇപ്പൊ സുഗതകുമാരിയുടെ
കവിതകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ക്രൈസ് ആയിരുന്നു ശരിക്കും. അപ്പൊ അന്ന് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, അന്ന് ഈ ഒഴിവുള്ള ദിവസമാണെങ്കിൽ, സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ പലപ്പോഴും ഭക്ഷണമൊന്നും കഴിക്കില്ല. അന്ന് വൈകുന്നേരം വരെ കട്ടൻ ചായയാണ് മെയിൻ ഭക്ഷണം, വേറെ ഒന്നും കഴിക്കില്ല. ഒരു 3 മണിക്കായിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഇതുവരെയുള്ള സമയങ്ങളിലൊക്കെ ഇരുന്നിട്ട് സുഗതകുമാരിയുടെ കവിതകൾ ഉറക്കിരുന്ന് ഇങ്ങനെ ചൊല്ലും. ഇത് രസമായിരുന്നു എന്നറിയും ശരിക്കും. മെയിനായിട്ട് സുഗതകുമാരിയായിരുന്നു. കാരണം കൃഷ്ണ നീ എന്നെ അറിയില്ല, ഇനി മനസ്സിൽ കവിതയില്ല, അങ്ങനത്തെ ഒക്കെ കവിതകള് ഉറക്കെ ഇതുണ്ടല്ലോ, ഈ കാളിയമർദ്ദനം വരുന്നുണ്ട്, അത്രയോ മുത്തിച്ചിപ്പിരുത്ത കവിതകൾ, അതിനുശേഷം വന്ന കവിതകൾ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ സുഗതകുമാരി മരിച്ചപ്പോ ഒരു നല്ല കവിത എഴുതിയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുമുണ്ട്. ശരിക്കും എനിക്ക് വല്ലാതെ എന്താ പറയാ, മനസ്സിൽ നിന്ന് വിട്ടുപോവാത്തൊരു കവിയാണ് ശരിക്കും. അത്രയ്ക്കധികം സഹൃദയരെ, അവരുടെ ഒരു കവിത തന്നെ അങ്ങനെയാണ്, സഹൃദയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമാന ഹൃദയ നിനക്കായി പാടുന്നു എന്നും പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളില് മലയാളത്തോടുള്ള, ഭാഷയോടുള്ള ഒരു സ്നേഹം, അതോടൊപ്പം തന്നെ ഇതിന്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നീട് ഞാൻ MA-ക്ക് എത്തിയ സമയത്ത്, ഡിഗ്രിക്കുണ്ട് കേട്ടോ, ഡിഗ്രിക്ക് കൊല്ലത്തുനിന്ന് വന്ന ചെരസം കോളേജാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് പ്രയാർ പ്രഭാകരൻ സാർ ഉണ്ടായിരുന്നു, അതേപോലെ വേറെ 1-2 മലയാളം സാറുമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ഏതൊക്കെ രീതിയിൽ മലയാളത്തോടുള്ള നമ്മുടെ ഇഷ്ടം, ഈ താല്പര്യം, അതിങ്ങനെ വളർത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് മദ്രാസിലെത്തിയപ്പോ ഇതേപോലെ നമ്മൾ പറയില്ല, വലിയൊരു മറ്റേ സിംഹത്തിന്റെ മടയിലാ ചെന്ന് പെടുന്നത്. ആ സിംഹം എന്ന് പറയുന്നത് പ്രഭാകര വാര്യരാണ്, KM പ്രഭാകര വാര്യർ. അദ്ദേഹം എന്ന് പറഞ്ഞാല് പൂർവ്വ കേരള ഭാഷ എന്നുള്ളൊരു പുസ്തകം തന്നെയുണ്ട് ശരിക്കും. ഇത് കൂടാതെ ലിംഗ്വിസ്റ്റിക്സിൽ അടിത്തറയുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ നല്ലൊരു, എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു സെമിനാർ ഉണ്ട്. ഈ സെമിനാറിലും എനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള കവി കുമാരനാശാനാണ്. സുഗതകുമാരിയുടെ ഞാൻ പറഞ്ഞു ഒരു വശത്ത്, മറുവശത്ത് ക്ലാസിക്കൽ പോയട്രിയിൽ എന്നും ആരാധിക്കുന്ന കവിയാണ് കുമാരനാശാൻ. അപ്പൊ ഈ കുമാരനാശാന്റെ കവിതകളുടെ ഒരു ചർച്ച അന്ന് ചെയ്യേണ്ടി വന്നു. സാർ എന്ത് ചെയ്തു, ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി ഒരു ആർട്ടിക്കിളായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ആ ലേഖനം അന്ന് വിവേകോദയം മാസിക ഉണ്ട്, അറിയാലോ, കുമാരനാശാൻ തുടങ്ങിയിട്ടുള്ള തന്നെയാണ്. കുമാരനാശാനായിരുന്നു എന്റെ എഡിറ്ററൊക്കെ. പിന്നീട് CR കേശവവൈദ്യരൊക്കെയാണ് അത് നടത്തിയിരുന്നത്. അവർക്ക് അയച്ചു കൊടുത്തിട്ട് ആദ്യമായിട്ട് എനിക്കൊരു 50 രൂപയും കിട്ടി. അപ്പൊ ആ ലാംഗ്വേജിനോടുള്ള ഒരു ബന്ധം ഈ രീതിയിലൊക്കെ ഇങ്ങനെ വളർന്ന് പിന്നെ എനിക്കത് എന്തായിട്ട് മാറി. ഇതോടൊപ്പം തന്നെയാണ് എന്റെ കൂടെ അന്ന് പഠിക്കാൻ വന്നിരുന്നത് VS അനിൽകുമാർ, MN വിജയന്റെ മോനാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടിലേക്ക് പോണ സമയത്ത് മദ്രാസിന്ന് വിജയമാഷ വീട്ടിൽ പോകും. അത് ധർമ്മടത്താണ്, തലശ്ശേരി. അപ്പൊ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാലും, നിങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ അതിശയിക്കും, ഈ ചുമര് മുഴുവൻ പുസ്തകങ്ങളാണ്. എന്റെ ദൈവമേ, ആ മനുഷ്യന്റെ അടുത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി. ഇങ്ങനെ മാഷ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിരുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളില് ഒരു വല്ലാത്ത ഒരു അടുപ്പം നമ്മൾ പറയില്ലേ, ആകർഷണം, തീർച്ചയായിട്ടും ആത്മബന്ധം തന്നെയാണ് ഭാഷയോട്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ദല പോലുള്ള, കൈരളിയിൽ ഇതേപോലെയായിരുന്നു. കൈരളിയിൽ അന്ന് ഞങ്ങള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാവ്യസന്ധ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ പരിപാടി ഉണ്ടാക്കും. അതെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, മലയാള ഭാഷയിലെ പ്രശസ്തമായ കവിതകളൊക്കെ കൂട്ടിച്ചേർത്ത് കുട്ടികൾ ഒരു കോറസ് ആയിട്ട് ചൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ജെന്നി ഫ്ലവേഴ്സിന്റെ ജെന്നിയൊക്കെ ഉണ്ട് ഇവിടെ, അറിയാലോ. ജെന്നിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവർ പറയും, മാഷെ നമുക്കൊരു സ്കിറ്റ് വേണം. അപ്പൊ നമ്മൾ കേരളത്തിലെ ഈ വീരപുരുഷന്മാരെ കുറിച്ച്, കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, സീസണുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പാട്ട് എഴുതി കൊടുക്കും. ഞാൻ അന്ന് ഗിസൈസിലെ താമസിക്കുന്നത്, എമിറേറ്റ്സ് ബിൽഡിങ്ങിലാണ്, നീക്കേട്ടൂര്. അവിടേക്ക് വരും, ജെന്നി അടുത്തിരിക്കും, എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് എഴുതും. അതുകൊണ്ടുപോയിട്ട് മ്യൂസിക് ചെയ്ത് അത് സ്റ്റേജിൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മലയാളത്തോടുള്ള ബന്ധത്തെ വളർത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അതിങ്ങനെ എന്താ പറയാ, വളർന്ന് എഴുതാനുള്ള പ്രേരണകളായി. ഇതേപോലെ എന്റെ ആദ്യത്തെ പുസ്തകം വരുമ്പോഴുണ്ട് ഒരു നീണ്ട കഥ. കാരണം എന്താ വെച്ചാല്, ഞാൻ നിങ്ങളെ കവിതകളൊക്കെ എഴുതുന്ന സമയത്ത് MN കാരശ്ശേരി ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഒരിക്കൽ P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് കവിയുടെ മാമ്പൂ എന്നുള്ള ഒരു ലേഖനം അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ലേഖനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും എന്താ പറയുക, പിടിച്ചിരുത്തുന്ന ഒരു ലേഖനമാണ്. ഈ ലേഖനം കണ്ടിട്ട് ഞാൻ മറ്റേ കാരശ്ശേരി മാഷ്ക്ക് ഒരു കത്തയക്കുകയാണ്. മൂപ്പരുടെ പിറ്റത്തെ തപാലിൽ അന്ന് മറുപടി വരികയാണ്.
മനോഹരമായി ഉരുട്ടി ഉരുട്ടി എഴുതിയിട്ടുള്ള ഒരു കയ്യക്ഷരത്തില് കത്ത് വന്നു. അത് പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തുകളായി, അന്ന് വിളിയൊന്നും പറ്റില്ല. ആ കത്തുകളിലൂടെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വരെ വന്നു. ശരിക്കും മാത്രവുമല്ല, മൂപ്പര് ഒരു പ്രാവശ്യം ഇവിടെ അജ്മാനിൽ വന്ന സമയത്ത് ഇവിടെ വരാറുണ്ട് കേട്ടോ. പണ്ട് ഷാർജയിലൊക്കെ ദുബായിലൊക്കെ വന്ന് എന്നെ വിളിക്കും. ഞാൻ മൂപ്പരെ കൂടെ പോവും. ഞങ്ങൾ അധികം താമസിക്കും അൽഷാബിൽ. അന്ന് മറ്റേ അൽഷാബ് കോളനി ഉണ്ട് അവിടെ. ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ വാമുണ്ടല്ലോ, മറ്റേ ഗവൺമെന്റിന്റെ ഫോട്ടോസ്. അപ്പൊ ഷെയ്ഖ് മക്തൂമിന്റെയും ഷെയ്ഖ് റാഷിദിന്റെയും ഒക്കെ ഫോട്ടോസ് എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യൻ മൂപ്പരുടെ ഭാര്യ കാരശ്ശേരിയുടെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഞങ്ങൾ രാത്രി മുഴുവൻ എടുത്തിട്ട് വർത്താനാണ്. അതൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ കാരശ്ശേരി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ, മുരളി നമുക്കൊരു പുസ്തകം ഇറക്കണം, ഇങ്ങനെ മുരളി വെറുതെ നശിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഈ പുസ്തകം റെഡിയാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു 15 ദിവസം കൊണ്ട് ഞാൻ എന്റെ പഴയതും പിന്നീട് എഴുതിയതും ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു കുറച്ച് കവിതകൾ, 10-15 കവിതകൾ കൊണ്ട് ആരെടുത്ത് കൊടുത്തു? മറ്റേ കാരശ്ശേരിയുടെ അടുത്ത് കൊടുക്കുകയാണ്. കാരശ്ശേരി തന്നെ ഒരു മുരളി മംഗലത്ത് മുരളി എന്നുള്ള പേര്, അതേപോലെ തന്നെ അതിനൊരു ഉഗ്രൻ അവതാരിക, ഇതൊക്കെ തന്ന് എന്താക്കി. അന്ന് ലിപിയാണത് ഇറക്കിയിട്ടുള്ളത്. അക്ബർ അന്ന് വളരെ കുറച്ച് പൈസ വരുമല്ലോ ശരിക്കും. അത് അവിടെ പോയിരുന്നിട്ട് ഞാൻ എനിക്ക് പ്രൂഫ് ഭയങ്കര നിർബന്ധമാണ്. കാരണം അക്ഷരത്തെറ്റ് വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത് എവിടെ കണ്ടാലും ഇപ്പൊ നമുക്ക് പ്രിയത്തോടുകൂടി ഒരാൾ എഴുതുന്ന വാക്കായാലും ഞാൻ അതിനെ എന്ത് പറയും, അക്ഷരത്തെറ്റ് കണ്ടാൽ ഞാൻ ചൂടാവും, ചീത്ത പറയും. അത് ഇവിടുത്തെ മീഡിയക്കാർക്കൊക്കെ അറിയാം. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുത്തുമ്പോൾ ഞാൻ അത് വിളിച്ചു പറയാം, ഇത് ശരിയല്ല, ഇത് ഇങ്ങനെ എഴുതരുത്, പറയരുത് എന്നൊക്കെ ഞാൻ പറയും. ഇപ്പൊ ഈ ആൾക്കാരൊക്കെ ഈ ഫാ പറയും, നോക്കിയിട്ടില്ലേ? ഒരിക്കലും ഫാ പറയാം. എവിടെ ഫാദർ എന്ന വാക്കിനും ഫാ പറയും. അതേ സമയത്ത് ഫലം എന്ന് പറയുന്നിടത്ത് നമ്മൾ ഫ എന്നേ പറയാൻ പാടുള്ളൂ, ഒരിക്കലും ഫ പറയരുത്. കാരണം എന്താ, നമ്മൾ അക്ഷരം പഠിക്കുമ്പോ പ ഫ ബ ഭ മാന്നാ പറയാ, അല്ലാണ്ട് പാഫ ബാഫ നമ്മൾ പറയില്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കത് പറഞ്ഞുകൂടാ? അപ്പൊ പക്ഷേ പിന്നീട് അതിങ്ങനെ മാറ്റി. അത് നമുക്ക് പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഈ ഫ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ വന്ന സമയത്ത് ഇത് എഴുതാൻ നമ്മുടെ ഒരു ലിപി ഇല്ല. അപ്പൊ ഈ ലിപി അങ്ങ് കൊടുത്തു. അപ്പൊ 2 ശബ്ദങ്ങൾ ഒരു ലിപിയിൽ വന്നപ്പോ എന്തായി? കൺഫ്യൂഷൻ. എല്ലാ ആൾക്കാരും മുഴുവനും ഫായായി, ഫലമായി, എല്ലാത്തിനും സാഫല്യമായി, സഫലമായി. അത് സൗന്ദര്യം തന്നെ നഷ്ടപ്പെടുത്തി. അതാണ് ആ ലാംഗ്വേജിനോടുള്ള ഈ ഒരു കണിശത ഉണ്ടല്ലോ. ഇതൊക്കെ എന്നെ വളരെ സഹായിച്ചു. അങ്ങനെ കാരശ്ശേരി വന്നിട്ട് ആദ്യത്തെ പുസ്തകം ഇറക്കുന്നു. പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഇറക്കാൻ പറ്റി. പ്രധാനമായിട്ട് ജലത്തിന് പറയാനുള്ളത് എന്നുള്ള ഒരു പുസ്തകം വിവർത്തനം ചെയ്യാൻ പറ്റി. പിന്നെ ലൈല മജ്നു എന്ന് പറഞ്ഞ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള നിസാമിയുടെ ഈ സൂഫി ക്ലാസിക് നോവൽ രൂപത്തിൽ എനിക്ക് എഴുതാൻ പറ്റി. പിന്നെ വേൾഡിലെ പോയട്രിയുടെ ഒരു വലിയ കളക്ഷൻ എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. ഷെല്ലി, കീറ്റ്സ്, കാറൽ മാർക്സ്, എംഗൽസ് എല്ലാവരും ഉണ്ട് അതിൽ, APJ അടക്കം. അതിൽ വേൾഡ് പോയട്രിയുടെ പുഷ്കിൻ ഉണ്ട്, അതില് ഷേക്സ്പിയറിന്റെ ഉണ്ട്. അങ്ങനെ ലോക സാഹിത്യത്തിലെ തന്നെ കവികളുടെ ഒരു വലിയ കളക്ഷൻ കലഹിക്കുന്ന വാക്കുകൾ എന്ന പേരിൽ എനിക്ക് ഇറക്കാൻ പറ്റി. അങ്ങനെ ആ എന്താ പറയാ ഭാഷയോടുള്ള ഒരു ബന്ധം ഇവിടെ വന്നപ്പോ അത് കുട്ടികളുടെ ഇടയിലും, പിന്നീട് നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം ഈ മലയാളം മിഷൻ വന്ന സമയത്ത് അതിന്റെ തുടക്കകാലത്ത് ഓരോ സ്ഥലത്തും ഞാൻ പോയിട്ട് കവിതകൾ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് റൈബിങ് ചൊല്ലിച്ച് എന്താ പറയാ രസത്തിൽ അത് ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോഴും അവര് ആ ഒരു വിശേഷമൊക്കെ ഉണ്ടാവുമ്പോൾ എന്നെ വിളിക്കും. ഇപ്പൊ ഇന്നത്തെ ഈ പരിപാടി എന്ന് പറയുന്നത് അവരും കൂടി ചേർന്നിട്ടാണ്, മലയാളം മിഷനും കൂടിയിട്ട്. അപ്പൊ അങ്ങനെ എന്തായി, മലയാളം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഒന്നായിട്ട് മാറി. നമ്മൾ ജീവന്റെ ജീവൻ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ അതങ്ങ് ഇപ്പോ ഞാൻ ജീവിക്കുന്നത് മലയാളത്തിന് വേണ്ടിയിട്ടാണ്. മാഷിന്റെ വാക്കുകളിൽ നിന്ന് അത് എത്രത്തോളം ആഴത്തിലത് വേരൂന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അധ്യാപകരുടെ പേരുകൾ പോലും മാഷ് അതിൽ ഓർത്തിരിക്കുന്നു. അല്ലെ, അവരെത്രത്തോളം മാഷിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഞാനത് പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാല്, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മര്യാദയ്ക്ക് പഠിക്കാത്തത്, മലയാളം പഠിക്കാത്തത്, കണക്ക് പഠിക്കാത്തത്? ഇതിനൊക്കെ കാരണം ടീച്ചേഴ്സാണ്. കാരണം നിങ്ങളുടെ കുട്ടികളെ അത്ര സ്നേഹത്തോടു കൂടിയിട്ട്, കാരണം പഠിപ്പിക്കുക എന്ന ഒരു പ്രവൃത്തി ഒരിക്കലും ഇഷ്ടമില്ലാത്തവരാണ് കുട്ടികൾ, മറക്കരുത്. നിങ്ങൾ ചെന്നിട്ട് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കാമെന്നാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. അത് കുട്ടികളിൽ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അവർക്ക് പഠിക്കുക എന്നൊരു തോന്നൽ പോലും ഉണ്ടാവരുത്. എന്നാൽ അറിയാതെ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയും ഇത് സാധിക്കണം. ശരിയാണ്.
ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അധ്യാപകരുടെ വിഷയം വരാൻ നമ്മൾ നോക്കിയിരിക്കുകയാണ്, കാത്തിരിക്കും അവർക്ക് വേണ്ടി. അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണുള്ളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. നാടൻ ഭാഷയിൽ പറയില്ല ഭംഗിയാണ്, ഒരിക്കലും ഭംഗി ചെയ്യാത്തത് നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർമാരാണ്. അവർക്ക് നമുക്ക് പറ്റില്ല, അവർ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ. സംശയം എന്താ, ആ കുട്ടികളുടെ നമ്മൾ ഈ കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള ലവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗന്ദര്യം നിറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിക്കേഷൻ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അവർ മൊത്തം പോസിറ്റീവായിട്ട് മാറും. പലപ്പോഴും ഈ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, ടീച്ചേഴ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞ കേട്ടോ, ഈ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുണ്ടല്ലോ, ഈ ഇടപെടലിൽ നിങ്ങൾ പലപ്പോഴും ആധിപത്യത്തിന്റെ, ഈ നമ്മുടെ ഫ്രോയിഡ് പറയുന്ന ഒരു സംഭവമാണ്, കുട്ടികള് സ്വപ്നം കാണുന്നതാണ് പൂച്ചയും എലിയും, പോലീസും കള്ളനും. എന്താ കാരണം എന്ന് പറഞ്ഞാല് അവരെപ്പോഴും കാണുന്നത് എന്താ, ഇപ്പൊ നമ്മളൊരു പരീക്ഷ ഹാളിൽ ചെന്ന് കഴിഞ്ഞാല് ഒരു ടീച്ചർ ആദ്യം തന്നെ എല്ലാവരും ഒരു നോട്ടുണ്ട്. കാരണം അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ, മൊത്തം കോപ്പിടിക്കാരാണ് ഇവിടെ. അതാണ് അതിന്റെ അർത്ഥം. ഈ ഇരിക്കണടാ പറയണ്ട, പക്ഷെ ഓരോരുത്തരും നോക്കുമ്പോൾ അവരുള്ളിൽ എന്ത് വരും, നീ ഇരിക്കാനല്ലേ. എന്നിട്ട് അവരിരുന്നിട്ട് അവൻ എന്ത് പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ അതൊന്നും അല്ല നോക്കുക, കോപ്പൻ തുണ്ട്. ഇത് കുട്ടികളെ പ്രഷർ ഉണ്ടാക്കും പലപ്പോഴും അല്ലെ. അനാവശ്യമായിട്ട് അവർക്ക് തന്നെ തോന്നും ഞാൻ വെച്ചിട്ടുണ്ടോ പേപ്പർ, വെക്കാത്തവർക്ക് പോലും അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വികാരം ഉണ്ടാക്കിച്ചിരിക്കും. അത് ഇതിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഒരിക്കലും അധ്യാപനം അതേപോലെ തന്നെ അധ്യയനം എന്നുവെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യയനത്തിൽ ലേണിംഗ് പ്രോസസ്സിൽ ഒരിക്കലും ഒരു പ്രഷർ ഉണ്ടാവരുത്. ഈ പ്രഷർ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് പലപ്പോഴും നമ്മൾ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയും. ഒരു കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോസലി ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ജീവനാണ്. അവര് മരിച്ചു, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. 90 വയസ്സ് വരെ അവര് മരിക്കുന്നത് വരെ ഞാൻ നാട്ടിൽ പോയാൽ അവരടുത്ത് പോയി കുറെ നേരം ഇരിക്കും. എന്ത് രസമാണ്, 1 മണിക്കൂറൊക്കെ എന്റെ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ അവരുടെ കാൽക്കുകൾ കൊണ്ടുപോയിട്ട് സമർപ്പിക്കും. കാരണം അവരൊക്കെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. എനിക്കെങ്ങനെ മറക്കാൻ പറ്റുക? അത് വളരെ പ്രധാനമാണ്. ഇന്നും എന്റെ കുട്ടികൾ അതാ നാളെ എന്റെ ഞാനിവിടെ വന്ന കാലത്ത് ഒരു ബാച്ചിന്റെ പിള്ളേരുടെ നാളെ ഇതുണ്ട്. കാരണം അവര് യാത്ര ചിലര് കൂടുതൽ. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഇതേപോലെ എനിക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നടത്തിയപ്പോ അവര് കേട്ടിരിക്കുകയാണ്. അവരൊക്കെ മക്കളുള്ളവരാണ്. അവരൊക്കെ ഒരു 40+ ആയിട്ടുണ്ട് ഇപ്പോ. പക്ഷേ ഇവരൊക്കെ നമ്മുടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോ പഴയ പോലെ തന്നെ. കാരണം ഇത് ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റിയാൽ ആ ടീച്ചർ ഇപ്പോ ഓരോ വ്യക്തികളെയും സ്വാധീനിക്കാൻ ഏറ്റവും അധികം സാധിക്കുന്ന ഒരു അധ്യാപകരാണ്. അപ്പൊ നമുക്കറിയാം കുമാരനാശാനാക്കിയത് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഒരു അധ്യാപകനാണ്. അതൊരു അധ്യാപകനാണ്, മറക്കരുത്. ഇതേപോലെ തന്നെ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരാളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് രാമകൃഷ്ണ പരമഹംസർ എന്ന് പറഞ്ഞ ഗുരുവാണ്. ഇങ്ങനെ നിങ്ങൾ ആരെ വേണമെങ്കിൽ നോക്കിക്കോ. ഗാന്ധിജിക്ക് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട്. എത്ര ഗുരുക്കന്മാരും ശിഷ്യന്മാരുമാണ് അങ്ങനെ. കാരണം എന്താ വെച്ചാല് ആ ശിഷ്യന്മാരെയൊക്കെ വളർത്തുന്നതിൽ ഓരോ ഗുരുവും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഓരോ അധ്യാപകർക്കും ആദ്യം തോന്നേണ്ടത് എന്താണ്, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്, എത്ര കുട്ടികളെയാണ് നമ്മൾ ടൈം ചെയ്തെടുക്കുന്നത്, ഷേപ്പ് ചെയ്തെടുക്കുന്നത്, അവരെ നമ്മൾ വളർത്തുന്നത്. അത് ഓരോ അധ്യാപകനും, അതിപ്പോ അധ്യാപികയായാലും അധ്യാപകരായാലും അവരുടെ ഉള്ളിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ നല്ല സ്വഭാവമുള്ളവരായി തീരും. നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ലഹരിയെ കുറിച്ച് ഒന്നും നമുക്ക് പറയേണ്ടി വരില്ല. കാരണം എന്താ, അവർക്ക് ആ സ്നേഹമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരമ്മയെ പോലെ, കുഞ്ഞുനിവാസിലൊരു വരിയുണ്ട്, മഹാന്മാരെ അമ്മയെ പോലെയാണ്. ഞാൻ പറയാ ടീച്ചർമാർ അതാണായാലും പെണ്ണായാലും അമ്മമാരാണ്. സത്യമാണ്. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കാറ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ഈ അല്ലമീറിന്ന് വരുന്ന സമയത്ത് ഒരു കുട്ടി, എന്റെ ദൈവമേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു പിടുത്തങ്ങ് പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഭയങ്കരമായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാം, അവൾക്ക് എനിക്ക് എന്തെങ്കിലും തരണം. കരച്ചിലൊരു വശത്തുണ്ട് കേട്ടോ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവള് എന്ത് ചെയ്തു, അവള് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പൊഫാക്കില്ലേ, ആലോചിച്ച് നോക്ക്. എനിക്കത് കണ്ണു നിറഞ്ഞു പോയി ശരിക്കും. കാരണം അവളുടെ കയ്യിൽ അതേ ഉള്ളൂ.
ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പോയിട്ട് അപ്പുറം ഞാനിപ്പോ ഒരു സാധനം കൊണ്ടുവരാൻ സാറെന്നും പറഞ്ഞിട്ട് അവര് പോയിട്ട് കൊണ്ടുവരാണ്. ഇനി ഇതേപോലെ തന്നെ വേറെ ഒരുത്തിണ്ട്, അവളെ ഇടയ്ക്കിടയ്ക്ക് എന്റെ വയറ്റത്ത് ഇങ്ങനെ തട്ടും. അതെ, ഇങ്ങനെ ഇത് 4ാം ക്ലാസ്സേ പറഞ്ഞേട്ടാ, ഇത് ശരിയാവില്ല ഏട്ടാ, വർക്കൗട്ട് ചെയ്യണം. 4 പഠിക്കുന്ന ആളാണ്, പെൺകുട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ കുട്ടികള് നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ സ്നേഹമാണ്. നിങ്ങൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും മോശമാവില്ല. പലപ്പോഴും കുട്ടികൾ ചീത്തയാവുന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് കിട്ടുന്ന ഈ അധ്യയനത്തിന്റെ നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി സ്നേഹമുള്ളവരായാൽ, കുറച്ചുകൂടി രസമുള്ളവരായാൽ, അതും വേണേ. നമ്മൾ വന്നിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ട് അത് പഠിച്ചില്ലെങ്കിൽ പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും, പിന്നെ പരീക്ഷയിൽ മാർക്ക് പോവും, ഇന്റേണൽ അസസ്മെന്റ് പോകും എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കുട്ടികളിൽ ഉണ്ടാക്കുക നല്ല റിസൾട്ട് അല്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരെ സംബന്ധിച്ചുള്ള അവര് റിലാക്സ് ആയിട്ട് വേണം. കുട്ടികളിലും ആ റിലാക്സേഷൻ ഉണ്ട്. ആ അന്തരീക്ഷത്തിൽ എന്തൊരു നല്ല പഠിപ്പാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് വളരെ പ്രധാനമാണ് ശരിക്കും. മാഷിന്റെ ഈ വാക്കുകള് അധ്യാപകരായിട്ടുള്ളവർ ഏറ്റെടുക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം ഒരു കുട്ടി ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ഈ സ്കൂളിലാണ്. വീട്ടിലേക്ക് വരുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്, വർക്ക് ചെയ്യാനും ഉറങ്ങാനും മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കാനും നല്ല രീതിയിൽ അവരെ മോൾഡ് ചെയ്യാനും പറ്റുന്ന ഒരു വിദ്യാലയമാണ്. നമ്മൾ 2ാം വീട് എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ്. 1ാം വീട് തന്നെയാണ്. 1ാം വീടാണ് അവരുടെ ശരിക്കും വീടാണത്. കാരണം എന്താന്ന് വെച്ചാല് രാവിലെ ഉറക്കത്തിൽ നിന്ന് പൊന്തിച്ചിട്ടാണ് ഇവരെ ബസ്സിലേക്ക് ഇടുന്നത് അല്ലെ. പലപ്പോഴും ബസ്സിൽ കയറുമ്പോ, ഞാനൊക്കെ ബസ്സിൽ വരുമ്പോ ഓരോ മൂലക്കിലും എന്താ പറയാ കംപ്ലീറ്റ് ഉറക്കം. ആലോചിച്ച് നോക്കില്ലേ, കൊച്ചുകുട്ടികൾ മാത്രമല്ല വലിയവര് ഇതൊക്കെ തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു 4:30 5 മണിക്കോ അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ തന്നെ വീണ്ടും ഉറക്കത്തിലേക്ക് പോവുകയാണ്. ആ ക്ഷീണം മൊത്തം അവര് തീർക്കണ്ടേ. പിന്നെ രാത്രി ഇരുന്നിട്ട് നമ്മൾ തല്ലി പഠിപ്പിക്കുകയാണ്, നാളേക്ക് ഇത് അതിന്റെ ഹോംവർക്ക് ചെയ്യണം, ഇമ്പോസിഷൻ ഉണ്ട്. ഇങ്ങനെ ആ പിള്ളേരായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം വീദ്യം ചെയ്യാന്ന് പറയും. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്തായ. മാഷ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഈ മയക്കുമരുന്നിലേക്ക് ഒന്നും അതുങ്ങള് മാറിപ്പോകത്തില്ല, വഴിതെറ്റിപ്പോകാതെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം തകർത്തിരിക്കുന്നു ശരിക്കും. ഇത് ഏറ്റവും നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചോളം നമുക്കവര് എന്താ പറയുക സമ്പത്തായിട്ട് മാറും. പക്ഷെ ഇന്ന് പലപ്പോഴും അതിന് പകരം അവർ മാറുകയാണ്. സത്യമാണ്. ഇന്നത്തെ തലമുറയാണ് നാളത്തെ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടത്. അവര് നല്ലതായി കഴിഞ്ഞാൽ ലോകം നന്നാകും. പക്ഷെ അതിനുള്ള ഏറ്റവും നല്ല ബാലപാഠങ്ങൾ നമുക്ക് സ്കൂളുകളിൽ അധ്യാപകരിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വെറും ഗുണപാഠങ്ങൾ മാത്രമല്ല, അനുഭവം കൂടിയാണ്. ഇപ്പൊ APJ അബ്ദുൽ കലാമിൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്. മൂപ്പര് ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുമായിട്ട് വളരെയധികം മിങ്കിൾ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പൊ അവരോട് പറഞ്ഞിട്ടുള്ള ആ വിങ്സ് ഓഫ് ഫയർ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും, സ്വപ്നം കാണാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരുടേതായ സ്വപ്നങ്ങൾ നിങ്ങൾ വിളയിച്ചെടുക്കണം. അവരവരുടെ ജീവിതം പടുത്തുയർത്തും. ഇപ്പൊ അതല്ല പറ്റുന്നത്. കുറച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഇരുന്ന് പഠിച്ചോളുക. അവർക്കും പ്രശ്നമാണ്, അധ്യാപകർക്കും പ്രശ്നമാണ്. അല്ല അവർക്ക് അതുകൊണ്ട് നമ്മൾ കുറ്റം പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറഞ്ഞാൽ സ്കൂളുകാരെ ചീത്ത കേൾക്കണം, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ മാർക്ക് ഒരിക്കലും കുറയില്ല. നിങ്ങള് ഏറ്റവും നല്ല രീതിയിൽ ആ പാഠങ്ങളെ അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ചോദിച്ചാൽ എന്താ അവർക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ വെറുതെ നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് 10 പ്രാവശ്യം എഴുതിക്കും, നോക്കിയിട്ടില്ലേ ചോദ്യോത്തരം. അത് ചെയ്യരുത് ഒരിക്കലും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇമ്പോസിഷൻ എഴുതുക എന്ന് പറയുന്നത് വരച്ചു വെക്കലാണ്. അതൊരു കണ്ട അതൊക്കെ തുടരും എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് അത് പോകുന്നില്ല. അത് നിങ്ങളെ പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, 10 പ്രാവശ്യം 100 പ്രാവശ്യം ഒക്കെ എഴുതുവരും. ഈ 100 പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് ചോദിച്ചു നോക്കിയേ അവർ അതേ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് അത് കടത്തി അതിനുശേഷം അവരെ കൊണ്ട് അത് പറയിപ്പിക്കുക.
ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കലാണ് പ്രധാനം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞൊരു ചോദ്യം അവരെന്ത് ചെയ്യണം, അവരെ കൊണ്ടത് പറയിപ്പിക്കണം ആദ്യം. കാരണം ഭാഷ എന്ന് പറയുന്നത് എഴുത്തല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്, പറച്ചിലാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതെങ്ങനെ അത് പകർത്തിക്കാനാണ് വെച്ചാല് പറഞ്ഞ് പിന്നീട് അത് പകർത്തിക്കണം. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് എന്ത് ചെയ്യണം, പകർത്തണം. അപ്പൊ എന്ത് രസമായിട്ട് അവരെഴുതും, പിള്ളേർക്കാൻ കൊടുക്കും. ഇതൊക്കെ കാണാപ്പാടം പഠിച്ചു ഈ അത് വരും ഇത് വരും ഇത് വരും എന്ന് പറഞ്ഞിട്ട് അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് അങ്ങ് ചെയ്യാണ്. അതല്ല വേണ്ടത്. നിങ്ങളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ് പകർത്തിക്കുമ്പോൾ ഓരോ കുട്ടിക്കും എഴുത്തിന്റെ ഭാഷയുടെ ഒക്കെ കഴിവുണ്ടാവുകയാണ്. അതിന് നമ്മൾ ശ്രമിക്കണം. തീർച്ചയായും ഇത് സ്വന്തം ജീവിതത്തിൽ പകർത്തിയിരിക്കുന്ന ആ പ്രവൃത്തി ചെയ്ത ഒരു അധ്യാപകന്റെ വാക്കുകളാണ്. ഇത് നമ്മളുടെ അധ്യാപക സമൂഹം ഏറ്റെടുക്കണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് തന്നെയാണ് മാഷ് പറഞ്ഞു വെച്ചത്. നമ്മൾ സാഹിത്യത്തെ പറ്റി പറഞ്ഞു, മലയാളത്തോടുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞു. ഈ ഏറ്റവും നല്ല ഒരു പ്രാസംഗികനാണ് മാഷ്. പ്രസംഗകൻ സോറി തിരുത്തുന്നത്